വാർത്തകളിലേക്ക് വിശദമായി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സഞ്ജു സാംസൺ 2020 ലോകകപ്പ് ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. രോഹിത് ശർമ്മ തന്നെ ടീമിനെ നയിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കേരളത്തിനാകെ അഭിമാനകരമായൊരു നിമിഷമാണ്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. IPL മിന്നുന്ന പ്രകടനം തന്നെയാണോ സഞ്ജുവിന് തുണയായത്? ലിബീഷ്, തീർച്ചയായും നമുക്ക് പ്രധാനപ്പെട്ട, നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളത്. നമുക്കറിയാം, വളരെ കുറച്ച് നാളുകളായി അദ്ദേഹം ടീമിൽ ഉണ്ടായിരുന്നില്ല. മികച്ച പ്രകടനങ്ങൾ തുടർച്ചയായി കാഴ്ചവെച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ടീമിൽ ഇടനാലാൻ കഴിഞ്ഞിരുന്നില്ല. വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ തഴയുന്നു എന്നൊരു ആരോപണം എല്ലാം തന്നെ ശക്തമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും സഞ്ജു സാംസണ് ഈ IPL പ്രകടനം വലിയ രീതിയിൽ തന്നെ അത് ഗുണം ചെയ്തു. സഞ്ജുവിനെ ടീമിൽ എടുത്തേ തീരുമെന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളെല്ലാം തന്നെ വലിയൊരു ആകാംക്ഷ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസന്റെ ഈ പ്രകടനം തന്നെയാണ് ഏറ്റവും ഇതിന് അടിസ്ഥാനമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ 8 മത്സരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. തുടർച്ചയായി അർദ്ധ സെഞ്ചുറി അടിക്കുന്നു. ആ രീതിയിലുള്ള മികച്ച പ്രകടനം ഈ IPL ഈ സീസണിൽ 2024 സീസണിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മികച്ച രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി അടക്കം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമത്. ആ രീതിയിൽ മികച്ച രീതിയിൽ ഈ സീസണിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം തുടരാൻ കഴിയുന്നുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി കാര്യം. അത് തന്നെയാണ് ഈ ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനം നേടിക്കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഈ നിലവിലെ IPL പ്രകടനത്തിനൊപ്പം വിദേശ പിച്ചിൽ ഏത് രീതിയിലാണ് ഈ താരങ്ങൾ കളിക്കുക, ഏത് രീതിയിൽ കളിക്കാനാകും എന്നും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സെലക്ഷൻ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും മുഖ്യ സെലക്ടറായ അഗാർക്കർ, അതോടൊപ്പം തന്നെ ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവിഡ്, കൂടാതെ നായകൻ രോഹിത് ശർമ്മ എന്നിവരാണ് ഈ സെലക്ഷൻ നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം സെലക്ഷൻ എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തുടർന്നാണ് ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. എന്നിരുന്നാൽ പോലും വളരെ സന്തോഷകരമായ നിമിഷം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസണ് ടീമിൽ ഇടനേരാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ ടീം നോക്കുകയാണെങ്കിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി തന്നെയാണ് സഞ്ജു സാംസണെ പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ ഋഷഭ് പന്ത് വളരെ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വന്നിരുന്നു. വലിയൊരു അപകടത്തിന് ശേഷമെല്ലാം തന്നെ ഫോം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഋഷഭ് പന്ത് ടീമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഋഷഭ് പന്ത് തന്നെയാണ് ഒന്നാം വിക്കറ്റ് കീപ്പറായി നമ്മൾ ആ ടീമിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ സഞ്ജു സാംസണെയും തുല്യ പരിഗണന നൽകി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ടീം നമുക്ക് നോക്കുകയാണെങ്കിൽ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ്. കൂടാതെ വൈസ് ക്യാപ്റ്റൻ ഉപനായകനായി തന്നെ ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യശസ്വി ജയ്സ്വാൾ ഈ ടീമിൽ ഈ IPL സീസൺ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാനമായി നമുക്ക് IPL സീസണുമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ പ്രകടനത്തെ പറ്റി പറയുന്നത്. യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം രാജസ്ഥാന് വേണ്ടി അവിടെ വെച്ചിരുന്നു. വലിയ രീതിയിൽ തന്നെ മികച്ച ഫോമിലേക്ക് അദ്ദേഹം വരുന്ന കാഴ്ച ഉണ്ടായി. യശസ്വി ജയ്സ്വാളിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി തന്നെ ടീമിൽ പെടുത്തിയിരിക്കുന്നു. കൂടാതെ വിരാട് കോഹ്ലി എക്കാലത്തെ മികച്ച ഒരു പ്ലെയറായി തന്നെയാണ്, മികച്ചൊരു ബാറ്ററായി തന്നെയാണ് കാണുന്നത്. അദ്ദേഹം ടീമിൽ നിലവിലുള്ള ആളാണ്. അദ്ദേഹത്തെയും ഈ 2020 ടീമിലേക്ക്, 2020 ഏകദിന ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ സൂര്യകുമാർ യാദവ് ഏത് നിമിഷവും ഫോമിലേക്ക് ഉയരാൻ കഴിയുന്ന ഒരു താരമാണ് സൂര്യകുമാർ യാദവ്. കഴിഞ്ഞ കളികളിലെല്ലാം തന്നെ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. കൂടാതെ പരമ്പരകളിലെല്ലാം തന്നെ ആ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ പരിഗണിച്ചാണ് സൂര്യകുമാർ യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ അടുത്തതായി വരുന്ന ഋഷഭ് പന്താണ്. വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് വരുന്നു. കൂടാതെ സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായി വരുന്നു. കൂടാതെ ശിവൻ ദുബെയുണ്ട്. അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു താരമാണ് രവീന്ദ്ര ജഡേജ. ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം എടുക്കാൻ കഴിയുന്ന താരമാണ് അദ്ദേഹം. ഓൾറൗണ്ടർ എന്ന നിലയിൽ തന്നെ ടീമിന് മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ അക്സർ പട്ടേലും ആ രീതിയിൽ തന്നെയാണ് ഒരു മധ്യനിരയിൽ കരുത്തായി തന്നെ ടീമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുൽദീപ് യാദവും അതോടൊപ്പം തന്നെ യുസ്വേന്ദ്ര ചഹലും സ്പിൻ നിരയിൽ യുസ്വേന്ദ്ര ചഹൽ മികച്ച രീതിയിൽ തന്നെ പന്തെറിയുന്നു. മികച്ച ഫോം അദ്ദേഹം തുടരുന്നു. ഈ IPL 200 വിക്കറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തികച്ചിരുന്നു. ആ രീതിയിൽ ഈ രാജസ്ഥാന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. കൂടാതെ അർഷദീപ് സിംഗും അതെ ഈ
ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബൗൾ ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ്. എടുത്തു പറയുന്ന മറ്റൊരാൾ ജസ്പ്രീത് ബുംറയാണ്. ജസ്പ്രീത് ബുംറയും കൂടാതെ പേസിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ടീമിൽ പരിഗണിച്ചിരിക്കുന്നത് ജസ്പ്രീത് ബുംറയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജിനെയുമാണ്. ആ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ രണ്ട് ബൗളർമാരെയും എന്തായാലും വളരെ സന്തുലിതമായ ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളികൾക്കെല്ലാം അഭിമാനമായി സഞ്ജു വി സാംസൺ കൂടി ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമഗ്ര വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ നൽകിയത്.